3 വർഷം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് രഹസ്യ താമസം ഒരുക്കിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പള്ളുരുത്തിയിൽ യുവമോർച്ച പ്രകടനം നടത്തിയിരിക്കുകയാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിനെ കൊന്ന കേസിൽ പ്രധാന പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അബ്ദുൽ നാസറിന് ആരൊക്കെയോ പള്ളുരുത്തിയിൽ സുരക്ഷിതമായി തങ്ങാൻ ഒരു താവളം ഒരുക്കി നൽകിയിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. കാരണം കുറച്ചു കാലങ്ങളായി പള്ളുരുത്തി ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ ഒരു ഒളിത്താവളമായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഈ ഹിന്ദുക്കൾക്ക് നേരെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. അതായത് ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലുള്ള ഒരു കൊലവിളി മുദ്രാവാക്യം. അതായത് അവലും മലരും കുന്തിരിക്കുമൊക്കെ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു ബാലനെ കൊണ്ട് മുദ്രാവാക്യം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വിളിപ്പിച്ചു. ആ ബാലനും താമസിക്കുന്നത് പള്ളുരുത്തിയിലാണ്. അപ്പോൾ പള്ളുരുത്തി മൊത്തത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ ഒരു നിയന്ത്രണത്തിലായി മാറുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു രഹസ്യ സങ്കേതമായി പള്ളുരുത്തി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പള്ളുരുത്തിയിലെ, അതായത് കൊച്ചിയിലെ പോലീസ് പോലും ഈ അബ്ദുൽ നാസർ അവിടെ 3 വർഷമായി അവിടുത്തെ ഒരു ഷവർമ കടയിൽ ജോലി ചെയ്യുന്നു എന്ന് പോലും അവർ കണ്ടെത്തുന്നില്ല. ഈ ക്രിമിനൽ ലിസ്റ്റൊക്കെ NIA പുറത്തുവിട്ടതാണ്. ഈ അബ്ദുൽ നാസറിനെ കണ്ടുകെട്ടുന്നവർക്ക് NIA പാരിതോഷികം നൽകുമെന്നൊക്കെ NIA പറഞ്ഞതാണ്. അവരുടെ ഈ NIA തന്നെ ഇവരുടെ രേഖാചിത്രങ്ങളടക്കം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൽകിയിട്ടുണ്ട്, പുറത്തേക്ക് വിട്ടതാണ്. എന്നിട്ട് പോലും കേരള പോലീസിന് ഇയാളെ 3 വർഷം ഇവിടെ പള്ളുരുത്തിയിൽ ജോലി ചെയ്യുന്നുവെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കേരള പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ പോരായ്മ തന്നെയാണ്. കൊച്ചിയിലെ പള്ളുരുത്തിയിൽ PFI ഭീകരൻ അബ്ദുൽ നാസർ സുരക്ഷിതമായി താമസിക്കുകയായിരുന്നു. അവിടെ ഒരു ഷവർമ കടയിലാണ് 3 വർഷത്തോളമായി ഇയാൾ ജോലി ചെയ്ത് ആ കൊച്ചി മേഖല മുഴുവൻ ഇയാൾ കറങ്ങി നടന്നത്. കഴിഞ്ഞ ദിവസം NIA പിടികൂടിയപ്പോഴാണ് പോലീസുകാർ പോലും അറിയുന്നത്. കൂടാതെ നമ്മളെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, അതായത് സ്റ്റേറ്റ് ഇന്റലിജൻസ് പോലും അറിയുന്നത് NIAയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രതിയാണ് പള്ളുരുത്തിയിൽ 3 വർഷക്കാലമായി അവിടെ ജോലി ചെയ്തിരുന്നതെന്ന് പോലും പറയുന്നത്. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊലപാതക കേസിൽ NIA അന്വേഷിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അബ്ദുൽ നാസറിന് 3 വർഷത്തോളം പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ച ഇന്നലെ രാത്രി ഒരു പ്രതിഷേധം അവിടെ നടത്തിയത്. പോപ്പുലർ ഫ്രണ്ട് വ്യക്തിക്ക് സുരക്ഷിത സ്വർഗം നൽകിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ചയാണ് യുവമോർച്ച പ്രവർത്തകർ പള്ളുരുത്തിയിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 2022 BJP യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ട കേസിൽ 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി NIA അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 23 ആയിരിക്കുകയാണ്. ദക്ഷിണ കന്നഡ ബെൽത്തങ്ങാടി താലൂക്കിലെ പടനാടി ഗ്രാമത്തിൽ പൊയ്യഗുഡെ സ്വദേശി നൌഷാദ്, കൂടാതെ കുടുക് ജില്ലയിലെ സോമവാർപേട്ട സ്വദേശി അബ്ദുൽ നാസർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ആദ്യം തന്നെ ഇവർക്ക് ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് NIA തന്നെ കണ്ടെത്തിയത്. അതായത് ആരെയൊക്കെ കൊല്ലണം, ഏതൊക്കെ BJP നേതാക്കളെ കൊല്ലണം എന്നൊക്കെയുള്ള കൃത്യമായ ഒരു ലിസ്റ്റുകൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന് NIA കണ്ടെത്തിയിരുന്നു. കേസിൽ മുഖ്യപ്രതിയായ അബ്ദുൽ നാസറാണ് കൊച്ചിയിൽ അറസ്റ്റിലായത്. 3 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ കൊച്ചിയിലും അതോടൊപ്പം തന്നെ ബംഗളൂരിലും NIA ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ സംയുക്തമായ ഒരു ഓപ്പറേഷനിലാണ് അറസ്റ്റ് ചെയ്തത്. നൌഷാദിനെ തമിഴ്നാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശ് പോലീസിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ സമയം ഒരു ഓപ്പറേഷൻ നടത്തിയത്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഇവർക്കെതിരെ ബംഗളൂരിലെ പ്രത്യേക NIA കോടതി ലുക്കൌട്ട് സർക്കുലറും അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിരുന്നു. കൂടാതെ ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് NIA 4 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ 4 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞു വരുന്ന ഇരുവരും കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി ഇവരെ ബംഗളൂരിലേക്ക് കൊണ്ടുപോയി. കോഴിക്കട ഉടമയായിരുന്ന പ്രവീൺ നെട്ടാരുവിനെ 2022 ജൂലൈ 26-നാണ് സുല്യ താലൂക്കിലെ ബെല്ലാരിയിൽ വെച്ച് സായുധ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ പോപ്പുലർ ഫ്രണ്ടിന് തന്നെ ഒരു പ്രത്യേക സായുധ വിഭാഗം ഉണ്ടായിരുന്നുവെന്നാണ് NIA പറഞ്ഞത്. ഈ സംഭവം വ്യാപകമായ ഒരു ജനരോക്ഷത്തിന് കാരണമാവുകയും ഇതേ തുടർന്ന് അന്നത്തെ കർണാടക സർക്കാരാണ് കേസ് അന്വേഷണം NIAക്ക് കൈമാറിയത്. കേസിൽ ഇതുവരെ 28 പ്രതികൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ കഴിഞ്ഞ വർഷം പള്ളുരുത്തിയിൽ ഒരു സ്കൂളിൽ, അതായത് സെന്റ് റീത്ത സ്കൂളിൽ യൂണിഫോം ധരിക്കാതെ ഹിജാബ് ധരിച്ചെത്തി അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. അവിടെ SDP അടക്കം വ്യാപകമായ ഒരു സംഘർഷമുണ്ടായി. അതായത് പള്ളുരുത്തിയിൽ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ടും SDPയും വ്യാപകമായ ഒരു ആക്രമണം അല്ലെങ്കിൽ വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ക്രമസമാധാനം തറക്കുന്ന രീതിയിലേക്കുള്ള പല നീക്കങ്ങളും അവിടെ പോപ്പുലർ ഫ്രണ്ടും SDPയും അവിടെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഈ പള്ളുരുത്തി എന്ന മേഖല NIAയുടെയും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ഒരു ഹിറ്റ് ലിസ്റ്റിൽ ഇല്ലായിരുന്നു. പക്ഷേ
ഈ പ്രവീൺ നെട്ടാരു കൊലപാതക കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ പള്ളുരുത്തി എന്ന സ്ഥലം, കൊച്ചിയിലെ പള്ളുരുത്തി എന്ന സ്ഥലം NIAയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു. അതായത് അതീവ ജാഗ്രതയുള്ള ഒരു സ്ഥലമായി കൊച്ചിയിലെ പള്ളുരുത്തി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.